ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ വാർത്തയാണ്. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങി എന്ന പരാതിയിൽ പുതിയ ഒരു വഴിത്തിരിവ് വന്നിരിക്കുന്നു. CPIM നേതാവ് പ്രമോദ് കോട്ടുളി പണം വാങ്ങിയിട്ടില്ല എന്ന് പരാതിക്കാരൻ സൂചിപ്പിച്ചിരിക്കുകയാണ്. പരാതിക്കാരൻ്റെ ശബ്ദരേഖ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിരിക്കുന്നു. PSC കോഴ വിവാദത്തിലെ വലിയ ഒരു വഴിത്തിരിവാണ്. അതിൽ പ്രമോദ് കോട്ടുളി, ആരോപണ വിധേയനായ CPM നേതാവായിരുന്ന പ്രമോദ് കോട്ടുളി പണം വാങ്ങിയിട്ടില്ല എന്ന് പരാതിക്കാരൻ പറയുകയാണ്. പരാതിക്കാരന്റെ ശബ്ദരേഖയിലേക്ക്. വീട്ടിലെ ഒരു നമ്പറിന്റെ ഒരു ആവശ്യമില്ല, അത് വേണമെങ്കിൽ നമുക്ക് സംസാരിച്ച് എന്താ വേണ്ട ചെയ്തിടാന്ന്. ഞാൻ പറഞ്ഞാൽ ഒന്നും വേണ്ട, ഇപ്പൊ തൽക്കാലം വേണ്ട, ഒന്നിനും ഞാൻ പോയിട്ടില്ല, അവരുടെ കൂടെ വേറെ ഒന്നും ഞാൻ പോയിട്ടില്ല, ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. അത്രയും നമുക്ക് വേറെ ഒന്നും നടന്നു. സുശാന്തിന് അത്ര ഉണ്ടോ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഒരു സ്ഥലത്തും ഞാൻ പരാതി വിട്ടിട്ടില്ല. അതായത് എനിക്ക് പരാതിയില്ല. എന്റെ ജീവന് ഭീഷണിയാണ്. കാരണം വെച്ചാൽ ഉണ്ടായത് കണ്ണൂരാരാണ്. ഒരു പറഞ്ഞത് വെറുതെ വിടൂലെന്നുള്ളത് പറഞ്ഞത്. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങി എന്നുള്ള പരാതി, ഈ പരാതിയുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിൽ ഇല്ലാതിരുന്നു. ആ വാർത്ത അസ്തമിച്ചു പോയിരുന്നു. ഏറെക്കുറെ അത് അസ്തമിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന ഇതിനിടയിലാണ് ഇപ്പോൾ പരാതിക്കാരൻ്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ് നൽകിയിരിക്കുന്ന വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. ആ വെളിപ്പെടുത്തലിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വാർത്ത മറന്നുപോയ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഇപ്പോഴത്തെ ശബ്ദരേഖ വരുന്നതിന് മുമ്പ് വരെയുള്ള കാര്യങ്ങൾ ചുരുക്കി വേഗത്തിൽ പറയുക. റിയാസ് KMR ചേരുന്നു. റിയാസ്, അത് വേഗത്തിലൊന്ന് പറയൂ. നിയമനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് രണ്ട് ഡോക്ടർ ദമ്പതിമാരാണ് ഈ ആദ്യം പാർട്ടി നേതൃത്വത്തിന് പരാതി അറിയിക്കുന്നത്. അതിൽ CPIM-ൻ്റെ ടൗൺ ഏരിയ കമ്മിറ്റി അംഗവും CITU-വിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളുമായിരുന്ന പ്രമോദ് കോട്ടുള്ളി പണം വാങ്ങിയെന്നായിരുന്നു അവർ ആരോപണം ഉന്നയിച്ചത്. ഈ ആരോപണം CPIM ജില്ലാ നേതൃത്വത്തിൻ്റെ മുന്നിലെത്തുകയും തുടർന്ന് CPIM ജില്ലാ നേതൃത്വം ഇത് ചർച്ച ചെയ്യുകയും ചെയ്തു. ഇത് മാധ്യമങ്ങളിൽ, കേരള വിഷൻ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തപ്പോഴൊക്കെ CPIM-ൻ്റെ ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയത് ഇങ്ങനെയൊരു പരാതി ഇല്ല എന്നുള്ളത് തന്നെയാണ്. അവർ ഇപ്പോഴും വ്യക്തമാക്കുന്ന അങ്ങനെ ഒരു പരാതി ഉയർന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നീടാണ് പ്രമോദ് കോട്ടുള്ളിയെ പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും നീക്കം ചെയ്യുന്ന രീതിയിൽ, അദ്ദേഹത്തെ പുറത്താക്കുന്ന രീതിയിൽ നടപടി, പാർട്ടിയുടെ കർശനമായ നടപടി വരുന്ന ഒരു സാഹചര്യമുണ്ടായത്. അത് എന്തിനു പുറത്താക്കി എന്നത് സംബന്ധിച്ചും പാർട്ടി നേതൃത്വം കൃത്യമായൊരു വ്യക്തത കൈവരുത്തിയിരുന്നില്ല. അതേ തുടർന്ന് പ്രമോദ് കോട്ടുള്ളി കോഴ വാങ്ങി എന്ന തരത്തിൽ പ്രചരണങ്ങളുണ്ടായി, അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളുണ്ടായി. പരാതിക്കാരൻ ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായി. ഇത് പോലീസും സമാന്തരമായി അന്വേഷിച്ചു. പോലീസിന് മുൻപിൽ ഒരു രേഖാമൂലമുള്ള പരാതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ആ രേഖാമൂലമുള്ള പരാതിയില്ലെങ്കിലും പ്രത്യേകിച്ച് PSC എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഒരു ഘട്ടത്തിൽ അതിനെതിരെ സംശയം ഉയരുന്ന തരത്തിൽ PSC കോഴ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലമുണ്ടാവുന്ന ഒരു സ്ഥിതിയുണ്ടായി. ആ ഒരു സാഹചര്യം വന്ന ഒരു അവസ്ഥയിലാണ് പോലീസ് അത് അന്വേഷിക്കുകയും പരാതി, രണ്ട് ഭാഗത്തു നിന്നും പരാതിയില്ല, അതായത് ഈ പരാതിക്കാരന് പരാതിയില്ല, ഒപ്പം തന്നെ ആരോപണ വിധേയനും പരാതിയില്ല എന്ന തരത്തിൽ പോലീസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു ഫോൺ സംഭാഷണ രേഖ പുറത്തു വരുന്നത്. അതാണിപ്പോൾ കേരള വിഷൻ ന്യൂസ് പുറത്തുവിടുന്നത്. അത് പ്രമോദ് കോട്ടുള്ളിയുമായി പരാതിക്കാരൻ സംസാരിക്കുന്നതാണ്. അതിൽ പറയുന്ന ഒരു കാര്യം, തൻ്റെ ജീവന് ഭീഷണിയുണ്ട്. ഈ ഒരു ആരോപണം ഉയർന്നതിന് ശേഷം പാർട്ടിയിലെ തന്നെ ചിലരിൽ നിന്നും തൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറയുന്നു. പാർട്ടിയിലെ ചില ആളുകളുടെ പേര് കൂടി ഈ പരാതിക്കാരൻ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുള്ളിയോട് പറയുന്നുണ്ട്. അതിലൊന്ന് ഈ വാർഡ് കൗൺസിലറായ സുഷാജ് എന്ന് പറയുന്ന ആളുടെ പേരാണ്. മറ്റൊന്ന് CPIM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം പ്രേംകുമാറിനെതിരെ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ പ്രമോദ് കോട്ടുള്ളി രംഗത്ത് വന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മറ്റൊന്ന് കോട്ടുള്ളി ലോക്കൽ കമ്മിറ്റി അംഗമായ ഒരു വ്യക്തിക്കെതിരെയുമാണ് ഈ ശബ്ദരേഖയിൽ ഈ പരാതിക്കാരൻ പേര് പറയുന്നത്. അതായത് പ്രമോദ് കോട്ടുള്ളി പണം വാങ്ങിയിട്ടില്ല എന്ന് ഈ പ്രമോദ് കോട്ടുള്ളിയോട് പരാതിക്കാരൻ പറയുന്ന ശബ്ദരേഖ, ആ പ്രമോദ് കോട്ടുള്ളിയോട് പറയുമ്പോൾ തന്നെ തന്നിൽ നിന്ന് പണം വാങ്ങിയത് കണ്ണൂരുകാരാണ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഈ പേരുകൾ, അതായത്
CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള NGO യൂണിയൻ നേതാവായിട്ടുള്ള ഈ പ്രേംകുമാറും ഒപ്പം കൗൺസിലറായ സുഷാജുമെല്ലാം തന്നെ തൻ്റെ ഭാര്യയ്ക്ക് ആയുഷ് വകുപ്പിൽ ജോലി വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു, അതിൻ്റെ പേരിൽ സഹായം കൈപ്പറ്റിയിരുന്നു എന്ന തരത്തിലുള്ള ഈ പരാതിക്കാരൻ്റെ ആരോപണം, അതായത് പ്രമോദ് കോട്ടൂലിയോട് വ്യക്തമാക്കുന്നതാണ് ഈ ടെലിഫോൺ സംഭാഷണ രേഖയിൽ ഉള്ളത് എന്നുള്ളതാണ്, ഈ ശബ്ദരേഖയിൽ ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇത് സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും ചൂടുപിടിക്കുകയാണ്. ഇത് സംബന്ധിച്ച് അല്പം മുൻപ് കോൺഗ്രസിൻ്റെ നേതാവ്, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തല പറഞ്ഞത് PSC കോഴ നിയമനവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ബന്ധം അന്വേഷിക്കണം, ഒരു ഉന്നത നേതാവിന് പങ്കുണ്ട്, ആ ഉന്നത നേതാവിന് പങ്കുള്ളത് കൊണ്ടാണ് ഈ സംബന്ധിച്ച ഒരു പരാതി പോലും പുറത്തു വരാത്തത്, ഒരു പരാതി പോലും വരാത്തത് അതുകൊണ്ടാണ് എന്ന തരത്തിൽ വരുന്നു. ഫലത്തിൽ അതായത് CPM-നെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്ന തരത്തിലാണ് ഈ ഒരു ശബ്ദരേഖ പുറത്തു വരുന്നത്. അപ്പോഴും അതിൻ്റെ ഈ ശബ്ദരേഖയുടെ ഒരു നിജസ്ഥിതി എന്താണ് എന്നുള്ളത് കൂടുതൽ വ്യക്തത കൈവരേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് സംസാരിച്ചിരിക്കുന്ന രണ്ടുപേരും ചെയ്ത് കോഴ വാങ്ങിയത് CPIM-ന്റെ അന്നത്തെ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പ്രമോദ് കോട്ടൂളി അല്ല എന്നാണ് പരാതിക്കാരൻ ഇപ്പോൾ പറയുന്നതായിട്ട് ഈ ശബ്ദരേഖ കേട്ടാൽ മനസ്സിലാവുന്നത്. അതായത് PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങി എന്ന ആരോപണത്തിൽ CPIM-ൽ നിന്ന് പോലും നടപടി ഏൽക്കേണ്ടി വന്ന പ്രമോദ് കോട്ടൂളി നിഷ്കളങ്കനാണ്, നിരപരാധിയാണ് എന്ന് പരാതിക്കാരൻ തന്നെ പറയുന്നു. പകരം പണം വാങ്ങിയിട്ടുണ്ട്. അത് ആരാണ്? അത് കണ്ണൂർക്കാരാണ് എന്ന് പറയുന്നു. കണ്ണൂർക്കാരാണ് എന്ന് പറയുമ്പോൾ അത് കണ്ണൂരിലെ CPIM പ്രവർത്തകരോ നേതാക്കളോ ആണ് എന്ന് കൃത്യമായിട്ട് ശബ്ദരേഖയിൽ പറയുന്നുണ്ടോ? അപ്പോഴും ഈ കണ്ണൂർക്കാരാണ് എന്ന് പറയുമ്പോഴും അതിനപ്പുറത്ത് CPM നേതാക്കളായിട്ടുള്ള ആളുകളുടെ പേര് ഈ പരാതിക്കാരൻ പറയുന്നത് കോഴിക്കോട് തന്നെയുള്ള CPM നേതാക്കളുടെ പേരാണ്. CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ ഈ പ്രേംകുമാറിൻ്റെയും വാർഡ് കൗൺസിലറായ കോർപ്പറേഷൻ കൗൺസിലറായിട്ടുള്ള സുഷാജിൻ്റെയും പേര് പറയുന്നുണ്ട്. ആ പേര് പറയുന്നത് തൻ്റെ ഭാര്യയ്ക്ക് ആയുഷ് വകുപ്പിൽ ജോലി വാങ്ങിത്തരാമെന്ന് ഇവർ വാഗ്ദാനം ചെയ്തിരുന്നു എന്ന തരത്തിലാണ് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് സംഭാഷണം നടന്നിരിക്കുന്നത് ഒന്ന് ആരോപണ വിധേയനായ വ്യക്തിയുമായുള്ള സംഭാഷണമാണ്, മറ്റൊന്ന് സംസാരിച്ചിരിക്കുന്നത് ഇതേ വ്യക്തിക്കെതിരെ, ഈ ഫോണിൽ സംസാരിക്കുന്ന വ്യക്തി ആരാണോ ഈ പ്രമോദ് കോട്ടൂളിക്കെതിരെ നേരത്തെ പാർട്ടിക്ക് പരാതി പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഈ ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങൾ സംബന്ധിച്ച അതിൻ്റെ വിശ്വസനീയതയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട ഒരു കാര്യമാണ്. അത് സംബന്ധിച്ച് CPM ജില്ലാ നേതൃത്വമോ അല്ലെങ്കിൽ ഇതിൽ പേര് പറയപ്പെട്ട CPM നേതാക്കളോ രംഗത്ത് വരുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും ഇതിൽ പേര് പറയപ്പെട്ട CPM വൃത്തങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഇത് സംസാരിച്ചിരിക്കുന്ന രണ്ടുപേരുടെ വിശ്വാസ്യത സംബന്ധിച്ചുള്ള കാര്യം തന്നെയാണ്. അത് സംബന്ധിച്ച വ്യക്തതകളെല്ലാം തന്നെ കൈവരേണ്ടതുണ്ട്. അതിന് കൃത്യമായ അന്വേഷണം അനിവാര്യവുമാണ്. MS, ഈ ശബ്ദരേഖ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങൾക്കും ലഭിച്ചിട്ടുണ്ടോ അതോ കേരള വിഷൻ ന്യൂസിന് മാത്രം ലഭിച്ചതാണോ? എല്ലാ മാധ്യമങ്ങൾക്കും ഈ ശബ്ദരേഖ ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം. ഈ ശബ്ദരേഖ ലഭ്യമാക്കിയത് പ്രമോദ് കോട്ടൂളിയാണോ അതോ പരാതിക്കാരനാണോ? എന്തായാലും വാർത്തയുടെ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കരുത് എന്നുള്ളത് നമ്മുടെ വാർത്ത നൈതികതയുടെ ഭാഗം കൂടിയാണ്. ഈ ശബ്ദരേഖ ഒന്നുകൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ശബ്ദരേഖ ഒരിക്കൽ കൂടി കേൾക്കാം. നമ്മൾ ഇത്രയും നേരം പറയുമ്പോഴാണ് ആ വാർത്തയുടെ പ്രാധാന്യം മനസ്സിലാവുന്നത്. അതുകൊണ്ട് ശബ്ദരേഖ ഒന്നുകൂടി സംപ്രേഷണം ചെയ്യാം. വീട്ടിലെ ഒരു നമ്പറിന്റെ ഒരു ആവശ്യമില്ല. അത് വേണമെങ്കിൽ നമുക്ക് സംസാരിച്ച് എന്താ വേണ്ട ചെയ്തിരാന്ന്. ഞാൻ പറഞ്ഞാൽ ഒന്നും വേണ്ട, ഇപ്പൊ തൽക്കാലം വേണ്ട, ഒന്നും ഞാൻ കുളിക്കാം, അവരോടെ വേറെ ഒന്നും ഞാൻ കുളിക്കാം, ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. അത്രയും നമുക്ക് വേറെ ഒന്നും വേണ്ട. സുശാരത്തിനോ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഒരു സ്ഥലത്തും ഞാൻ പരാതി കൊടുത്തിട്ടില്ല. അതായത് എനിക്ക് പരാതിയില്ല. എന്റെ ജീവന് ഭീഷണിയാണ്. കാരണം വെച്ചാൽ ഉണ്ടായത് കണ്ണൂരാരാണ്. ഒരു പറഞ്ഞിട്ട് വെറുതെ വിടൂലെന്നുള്ള പറഞ്ഞത്. റിയാസെ കൊണ്ടുപോയത് കണ്ണൂരുകാരാണ് എന്ന് പറയുന്നു. പക്ഷെ റിയാസ് നൽകിയ റിപ്പോർട്ട് പ്രകാരം കോഴിക്കോട്ടെ നേതാക്കളുടെ പേര് പറഞ്ഞു എന്നുള്ളതാണ്. കോഴിക്കോട്ടെ നേതാക്കളുടെ പേര് ഈ പറയുന്ന ശബ്ദരേഖയിൽ കേൾക്കുന്നില്ല താനും. അത് സംബന്ധിച്ച ശബ്ദരേഖ എന്തായാലും ഡെസ്കിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അത് നമുക്ക് വരുന്ന ബുള്ളറ്റിനുകളിൽ അത് കൃത്യമായ ആ ശബ്ദരേഖ കൂടി നമുക്ക് ലഭിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ഡെസ്കിന് നൽകിയ ശബ്ദരേഖയിൽ
ഈ പറഞ്ഞ 3 നേതാക്കളുടെ പേരുകൾ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അവർ CPM-ന്റെ കോഴിക്കോട് നിന്നുള്ള നേതാക്കളാണ്. അതിൽ തന്നെ ആണ് ഈ പ്രേംകുമാറിൻ്റെ പേരുള്ളത്. മറ്റൊന്ന് ഈ കൗൺസിലർ സുഷാജിൻ്റെ പേരടക്കം ഉന്നയിക്കുന്നത് ഇതാണ്. നേരത്തെ തന്നെ ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ പ്രമോദ് കോട്ടുള്ളി നിരന്തരം തൻ്റെ എതിർചേരിയിൽ പേര് പറഞ്ഞുകൊണ്ടിരുന്ന നേതാക്കളുടെ പേരാണ് ഇപ്പോൾ പരാതിക്കാരൻ അദ്ദേഹം പ്രമോദ് കോട്ടുള്ളിയുമായി നടത്തുന്ന ഈ സംഭാഷണത്തിലും ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൃത്യത സംബന്ധിച്ച ഒരു അന്വേഷണം അത് ഉണ്ടാവുമോ എന്നുള്ളത് അത് ഇപ്പോൾ ഇതിൽ പേര് പറയപ്പെട്ട ആളുകൾ നൽകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉയർന്നു വരേണ്ട കാര്യമാണ്. മറ്റൊന്ന് പരാതിക്കാരൻ വ്യക്തമാക്കുന്നത് താൻ ഈ ഒരു പരാതിയുമായി രംഗത്ത് വന്നതിന് പിന്നാലെ തന്നെ തനിക്കെതിരെ വലിയ ഭീഷണി ഉയർന്നു, തൻ്റെ ജീവന് ഭീഷണിയുണ്ട്. അതുകൊണ്ടാണ് താൻ നിയമപരമായ പരാതിയുമായി പോലീസിനെ സമീപിക്കാതെ ഇരുന്നത് എന്നുകൂടി ഈ പരാതിക്കാരൻ പ്രമോദ് കോട്ടുള്ളിയുമായി നടത്തിയ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. MS. ശരി റിയാസ്, PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങി എന്നുള്ള ആരോപണത്തിൽ പരാതിക്കാരൻ ആ കോഴ വാങ്ങി എന്ന് പറയപ്പെടുന്ന CPM നേതാവായിരുന്ന പ്രമോദ് കോട്ടുള്ളി തൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടില്ലെന്നും പകരം കണ്ണൂരുകാരാണ് പണം കൊണ്ടുപോയതെന്നും ഒപ്പം തന്നെ കോഴിക്കോട്ടെ CPI നേതാക്കളുടെ പേരുകൾ പറയുകയും ചെയ്തിരിക്കുന്നു. ആ വാർത്തയാണ് റിയാസ് KMR റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.